പ്രേക്ഷകരെ ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് പരാതി നൽകാനൊക്കെ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അതിഥികൾ നമ്മളൊപ്പം ഈ മണിക്കൂറിൽ ചേരുന്നുണ്ട്. ഒരുപാട് പ്രതികരണങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. ഇപ്പോൾ ഈ സംഭവത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് നമുക്ക് ആദ്യം പോകാം. ബസ്സിൽ ലൈംഗികാതിക്രമം എന്ന യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ കുടുംബം പരാതി നൽകിയിരിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് യുവതിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതോടെ നിരപരാധിയായ ദീപക് മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. പ്രതികരണം കേൾക്കാം. എന്നോട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് എങ്ങനെ സംഭവം ഉണ്ടായത്. ഞാൻ മോന് ഇങ്ങനത്തെ ഒരു ആളല്ല. വർക്കിന് പോയിട്ട് മടങ്ങി വരിക, അതായത് ഒരു സ്വഭാവം അങ്ങനത്തെ ഒന്നും ആവുന്നില്ല. അങ്ങനെ നമുക്കൊരു ആകെ ഒരൊറ്റ മോനേ ഉള്ളൂ. പിന്നെ ഈ ഇതിലിങ്ങനെ വന്നിട്ട് ഭയങ്കര മനപ്രസം വന്ന പറഞ്ഞ് എന്താ മോനെ ഇങ്ങനെ ഒരു ഇങ്ങനെയല്ല വന്നാൽ ആ സമയത്ത് അവനോട് ചോദിച്ച് എന്താ മോനെ അതെ ഒന്നുമില്ല മമ്മി എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ആ ഒരു മോനുള്ള അങ്ങനെ നമ്മളെ കൊണ്ടുവരുന്നത് അത് ഇങ്ങനെ പോയത് നമുക്ക് വല്ലാതെ പ്രശ്നമുണ്ട്. സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സിനോജ്, ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ, അവർ നേരിടുന്ന വിഷമം നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോൾ ആ വീഡിയോയ്ക്ക് പിന്നാലെയുണ്ടായ മനോവിഷമത്തിൽ തന്നെയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണോ കുടുംബം പറയുന്നത്? അതിനെ തുടർന്ന് പരാതി നൽകിയിരിക്കുന്നു. പരാതിയിൽ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് സിനോജ്? റോഷ്നി, പ്രായമായ രോഗികളായ അച്ഛനും അമ്മയ്ക്കുമുള്ള ഏക ആശ്രയം, ആ കുടുംബത്തിലുള്ള ഏക മകനാണ് 42 വയസ്സുള്ള ദീപകാണ് ജീവിതം പാതി വഴിയിൽ അവസാനിച്ച് പോയിരിക്കുന്നത്. അതായത് ദീപകിനെ കുറിച്ച് കുടുംബാംഗങ്ങൾക്കോ അയൽവാസികൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും ഇതുവരെ ഒരു പരാതിയുമില്ല. എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വെള്ളിയാഴ്ചയാണ് പയ്യന്നൂരിൽ വെച്ച് ഇപ്പോൾ പറഞ്ഞ ഈ സംഭവം നടക്കുന്നത്, വീഡിയോ ചിത്രീകരിക്കുന്നത്. അതിനുശേഷം യുവതി അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ഒട്ടാകെ എല്ലാ സ്ഥലത്തും അത് വൈറലാകുന്നു, ചർച്ച ചെയ്യുന്നു. ഇതിന്റെ മനോവിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് അല്പസമയം മുൻപ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുൻപാകെ പരാതി നൽകിയിരിക്കുന്നത്. 2 പേജ് പരാതിയിൽ കൃത്യമായി പറയുന്നു, ഒരു സ്വകാര്യ വസ്ത്രനിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ദീപക് കമ്പനി ആവശ്യത്തിന് വേണ്ടി പയ്യന്നൂരിലേക്ക് പോകുന്നത്. ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈ സംഭവത്തിന് ആധാരമായ വീഡിയോ ചിത്രീകരണം നടക്കുന്നത്. ബസ്സിൽ വലിയ തിരക്കുണ്ടായിരുന്നു. യുവതിയും ഈ ദീപക് ബസ്സിന്റെ മുൻവശത്താണ് നിന്നത്. വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് മുട്ടി ഒരുമി നിന്നുകൊണ്ട് യുവതി ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മനഃപൂർവ്വം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് മനോവിഷമം ഉണ്ടാക്കിയ മനോവിഷമത്തിൽ ദീപക് ജീവിതം അവസാനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടി കുടുംബം ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷൻ പറയുന്നത് ഈ പരാതി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറും, ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. അതായത് ദീപകിന്റെ കുടുംബം മാത്രമല്ല മറ്റ് പല ആളുകളും മുഖ്യമന്ത്രിക്കും DGPക്കും കോഴിക്കോട് സിറ്റി പോലീസിന്റെ പല പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇമെയിൽ വഴി ഈ വിഷയത്തിൽ യുവതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ദീപക് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ വീട്ടുകാർ പറയുന്നുണ്ട് അമ്മയ്ക്കൊക്കെ തന്നെ സംശയമുണ്ടായിരുന്നു. വെള്ളിയാഴ്ച വീട്ടിൽ വന്നതിന് ശേഷം ദീപകിന്റെ മുഖം അതായത് ഒരു സംശയകരമായ രീതിയിലായിരുന്നു, വളരെ ദുഃഖത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മകന്റെ മുഖത്ത് വന്ന മാറ്റത്തെക്കുറിച്ച് വീട്ടുകാർ ചോദിച്ചിരുന്നു എന്ന് പറയുന്നു. പരാതിയിൽ പറയുന്നത് അമ്മയോട് ഒരു സൂചന നൽകിയിരുന്നു എന്ന് പറയുന്നു. സുഹൃത്തുക്കളോടും ഇക്കാര്യം ദീപക് പറഞ്ഞിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു സംഭവം നടന്നെന്ന് പറയുന്നുണ്ട്. ദീപക് ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമയോടും ഇക്കാര്യം ദീപക് പറഞ്ഞിരുന്നു. കമ്പനിയുടെ ഉടമ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ കുടുംബത്തിനോട് സിനോജ് നേരിട്ട് സംസാരിച്ചല്ലോ. അതായത് ഈ സംഭവത്തിന് ശേഷം കുറച്ച് സമയത്തിനൊക്കെ ശേഷമാണല്ലോ യുവതിയുടെ വീഡിയോ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്ന ഉടനെ യുവാവ് വീട്ടിലെത്തുമ്പോൾ തന്നെ യുവാവിന്റെ സ്വഭാവത്തിൽ വല്ല മാറ്റങ്ങളോ മറ്റോ ഉണ്ടോ, അതോ വീഡിയോ കണ്ടതിന് ശേഷമാണോ കുടുംബത്തിന് ഇത് ബോധ്യപ്പെടുന്നത്? അതിനെക്കുറിച്ചൊക്കെ അവർ വിശദമായി പറയുന്നുണ്ടോ? റോഷ്നി, വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൊക്കെ തന്നെ ഒരു വ്യത്യാസം വരികയും വലിയ ഒരു വിഷമത്തിലാണെന്ന തരത്തിലൊക്കെ തന്നെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായത്. അച്ഛനും അമ്മയും ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ടെന്ന് പോലും അറിയുന്നത് ഇന്നലത്തെ ഈ മരണത്തിന് ശേഷം മാത്രമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞപ്പോൾ മാത്രമാണ് ഇതാണ് കാരണമെന്ന് അച്ഛനും അമ്മയും കൃത്യമായി അറിയുന്നത് പോലും. മകന്റെ പെരുമാറ്റത്തിൽ ഒരു ടെൻഷനൊക്കെ തന്നെ അവർക്ക് ഫീൽ ചെയ്തിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. പരാതിയിലും അക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച തന്നെ കസിനെ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് ദീപക് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ തിരക്കുകാരൻ കസിനെ വീട്ടിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. വ്യക്തമാണ്.